ചരിത്രമെഴുതി UDF സർക്കാർ ബസ്സുകൾ ഓടിയത് സ്ത്രീകളുടെ ഹൃദയത്തിലേക്ക്. നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ, ലാൻഡ് ഫോൺ, ലാപ്ടോപ്പ്, ടിവികൾ, വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും. നന്മ കമ്മ്യൂണിക്കേഷൻ, ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേനടയിലും. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇനി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. രാവിലെ 9 മണി മുതലാണ് സൗജന്യ യാത്ര ആരംഭിക്കുന്നത്. വടക്കേനടയിൽ നടന്ന സൗജന്യ യാത്രയുടെ ഉദ്ഘാടനം യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർവഹിച്ചു. പടക്കം പൊട്ടിച്ചാണ് UDF പ്രവർത്തകർ ചരിത്ര മുഹൂർത്തത്തെ വരവേറ്റത്. കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, DCC ജനറൽ സെക്രട്ടറി VM മുഹീദ്ദീൻ, മുസ്ലിം ലീഗ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് പടിയത്ത്, കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് PV രമണൻ, നഗരസഭാ കൗൺസിലർമാരായ VM ജോണി, കവിത മധു, പ്രിൻസി മാർട്ടിൻ, കോൺഗ്രസ് നേതാക്കളായ KP സുനിൽകുമാർ, KG മുരളീധരൻ, TK ലാലു, സനിൽ സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായ സൗജന്യ യാത്ര KSRTC ബസ്സുകളിൽ ഏർപ്പെടുത്തുന്ന തീരുമാനം ഇന്ന് ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. തിരുവനന്തപുരത്ത് ബഹുമാന്യായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോണിന്റെ അധ്യക്ഷതയിൽ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർ ഇന്ന് ഇതേ സമയത്ത് തന്നെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നതോടുകൂടി എല്ലാ കേന്ദ്രങ്ങളിലും സൗജന്യ ടിക്കറ്റ് വിതരണവും നമ്മൾ ആരംഭിക്കും. ഇത് ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യം നടപ്പിലാക്കപ്പെടുന്ന ഒരു പദ്ധതി കൂടിയാണ്. സ്ത്രീ ശാക്തീകരണം ഉറക്കെ പറയുകയും പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുകയാണ് UDF സർക്കാർ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC ബസ്സുകളിൽ ഏർപ്പെടുത്തുമ്പോൾ അതിന് മറ്റ് പരിധികൾ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല.